കേരളത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു ദുരന്തമായിരുന്നു 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ. ഒരു നാട് ഒന്നാകെ ഒഴുകിപ്പോകുന്ന വലിയൊരു ദുരന്തത്തിനാണെന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. നൂറുകണക്കിന് ജീവനുകളാണ് ആ ദുരന്തത്തിൽ നഷ്ടമായത്. ആ നാടിനെ വീണ്ടെടുക്കാനുള്ള പ്രയത്നങ്ങൾ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നടത്തുകയാണ്, അത് പുരോഗമിക്കുകയാണ്. അവിടെ UDF പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സഹായങ്ങൾ അത് ആ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന സർക്കാർ അവിടെ കഴിഞ്ഞ മാർച്ചിൽ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചതിന്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. ധൃതി പിടിച്ചപ്പോൾ ഒരു ഉദ്ഘാടനം മഹാമഹം നടത്താനുള്ള പ്രഖ്യാപനം ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. അത് എന്താണ് അത്ര പെട്ടെന്നൊരു ഉദ്ഘാടന പ്രഖ്യാപനം നടത്താനുണ്ടായ കാരണം എന്നത് വളരെ രസകരമാണ്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും UDFൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 101 വീടുകൾ, അതിന്റെ നിർമ്മാണം സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് ഏപ്രിൽ 9 ആരംഭിച്ചത്. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച 101 വീടുകളിൽ ഏതാണ്ട് 50ലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. അത് ഗുണഭോക്താക്കൾക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഈ മാസം 28 തീയതി ഈ 51 ഗുണഭോക്താക്കൾക്ക് വീട് കൈമാറാനുള്ള ചടങ്ങ് നടക്കുകയാണ്. അതിന്റെ ഗുണഭോക്താക്കളെ ഇതിനോടകം തന്നെ നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ തന്നെ കണ്ടെത്തിയ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ നിന്നുമാണ് ഈ പറയുന്നത് പോലെ നറുക്കെടുപ്പിലൂടെ 51 പേർക്ക് ആദ്യ ഘട്ടമായ 51 വീടുകൾ നൽകാനുള്ള ആളുകളെ കണ്ടെത്തിയിരിക്കുന്നത്. 8 സെന്റിൽ 1100 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളാണ് തയ്യാറായിരിക്കുന്നത്. അങ്ങനെ അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് മുൻപന്തിയിലെത്തി മാതൃക കാട്ടുന്ന ഒരു കാഴ്ച നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്നലെ പൊടുന്നനെ സർക്കാർ തങ്ങളുടെ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25 തീയതി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം, അതിന്റെ ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറുന്ന ചടങ്ങ് 25 തീയതി നടത്തുമെന്ന്. അതായത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ ഈ മാസം 28 തങ്ങളുടെ വീട് കൈമാറ്റ ചടങ്ങ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അതിനു മുന്നോടിയായിട്ട് തങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സർക്കാർ ഈ മാസം 25 ഒരു ഉദ്ഘാടന മഹാമഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം അത് വെറും ഒരു പ്രതീകാത്മക ചടങ്ങ് മാത്രമായിരിക്കും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അവിടെ ഒരു ടൗൺഷിപ്പിന്റെ നിർമ്മാണമാണ് നടക്കുന്നത്. 178ഓളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ സൗകര്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായ രീതിയിൽ പ്രാവർത്തികമായിട്ടില്ല. കാരണം മറ്റ് ബാക്കിയുള്ള വീടുകളുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ആശുപത്രികളുടെയും കെട്ടിടങ്ങളുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ 178 വീടുകളുടെ പണി പൂർത്തിയായെങ്കിലും പൂർണ്ണമായ രീതിയിൽ ഒരു ടൗൺഷിപ്പിന്റെ ഒരു നിലയിലേക്ക് അവിടെ എത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ പറയുന്ന 178 ഗുണഭോക്താക്കൾക്ക് അവരുടെ വീടുകൾ ലഭിച്ചാലും അവർക്ക് അവിടെ ഉടനടി താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. ഒപ്പം തന്നെ മറ്റ് സൗകര്യങ്ങൾ അവർക്ക് ഉടൻ തന്നെ ലഭ്യമാകത്തൊന്നുമില്ല. അതുകൊണ്ട് വെറും ഒരു പ്രതീകാത്മകമായ താക്കോൽ കൈമാറ്റ ചടങ്ങായിട്ട് ഈ മാസം 25 തീയതി, അതായത് വരുന്ന ബുധനാഴ്ച നടക്കുന്ന സർക്കാരിന്റെ ചടങ്ങ് മാറും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മുസ്ലിം ലീഗ് ഈ വീടുകൾ കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് തങ്ങൾക്ക് കൊടുക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സർക്കാർ പൊടുന്നനെ 25 തീയതി ആദ്യഘട്ട വീടുകളുടെ വിതരണം നടത്തുമെന്നൊരു പ്രഖ്യാപനം നടത്തിയ ചടങ്ങ് നടപ്പിലാക്കാൻ പോകുന്നത്. 178 കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറും, അവരുടെ പട്ടയം നൽകും. എന്നാൽ ഈ താക്കോല് കയ്യിൽ വാങ്ങിയ ശേഷം അവർക്ക് അവരുടെ വാടക വീടുകളിലേക്ക് തിരികെ പോകേണ്ടി വരും എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ആ വീടുകൾ ഇപ്പോൾ നിലവിലും വാസയോഗ്യമായിട്ടില്ല എന്നതാണ് അതിന്റെ ഒരു കാരണം. അത്തരത്തിൽ UDFനെ ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന ഭൂമി കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനുള്ള തുക കണ്ടെത്താനോ ഒന്നും വലിയ പ്രയാസമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതാണ്ട് 700ലധികം കോടി രൂപയാണ് ഈ ഒരു പുനരധിവാസ പദ്ധതിക്ക് മാത്രമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ നിന്നുമാണ് സർക്കാർ ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുന്നത്. അതിന്റെ കോൺട്രാക്ട് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക്
ടെൻഡർ പോലും വിളിക്കാതെ കൊടുത്തതിലൊക്കെ തന്നെ വലിയ ക്രമക്കേടുകൾ ഇതിനോടകം കോൺഗ്രസും UDF-ഉം ആരോപിച്ചിട്ടുണ്ട്. അത് ഒരു വിഷയം അങ്ങനെ നിൽക്കുന്നു. അതിനിടയിലാണ് UDF പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകൾ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളും CPM-ഉം ഉൾപ്പെടെയുള്ളവര് UDF-നും കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെയൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ആദ്യമായിട്ട് ഈ വീടുകൾ പൂർണ്ണമായും പണി പൂർത്തിയാക്കി അത് നിർമ്മിച്ചു നൽകാൻ ഇപ്പോൾ റെഡിയായിരിക്കുന്ന മുസ്ലിം ലീഗാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് ലീഗിന്റെ ആ വീടുകളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട വീടുകൾ, ബാക്കി വരുന്ന വീടുകൾ ഉടൻ തന്നെ പൂർത്തിയാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ആ വിഷയത്തിൽ മുസ്ലിം ലീഗ് ഏറെ മുന്നിലാണ്. അവര് മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരുടെ പ്രഖ്യാപിച്ച തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്. ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസ് അവിടെ 100 വീടുകളാണ് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ 100 വീടുകളിൽ 50 വീടുകളുടെ ശിലാസ്ഥാപനം ഈ മാസം 26-ാം തീയതി നടക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സമുന്നതനായിട്ടുള്ള പോരാളി രാഹുൽ ഗാന്ധിയാണ് 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ആ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. അതിനോടകം തന്നെ ഏതാണ്ട് 3.24 ഏക്കർ ഭൂമി മേപ്പാടിയിൽ കോൺഗ്രസ് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2.18 ഏക്കർ കൂടി അവിടെ ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് വാങ്ങും. അതിനകത്താണ് 50 വീടുകൾ പൂർത്തിയാക്കുക. അതിനുശേഷം രണ്ടാം ഘട്ടമായിട്ട് 50 വീടുകൾ പൂർത്തിയാക്കാൻ മറ്റൊരു 5 ഏക്കർ സ്ഥലം കൂടി വാങ്ങാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഏതാണ്ട് 10 ഏക്കറിലധികം ഭൂമിയിലായിട്ട് 100ഓളം വീടുകൾ, ഏതാണ്ട് ഒരു വീട്ടിൽ 8 സെന്റ് എന്നുള്ള നിലയ്ക്ക് 1100 സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടുകളാണ്. ഈ പ്രളയ ദുരിതത്തെ ഒക്കെ തന്നെ വരുന്ന ഭാവിയിൽ ഭൂകമ്പത്തെ ഉൾപ്പെടെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളാണ് അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത്. അതിനായിട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ച 1 കോടിയിലധികം രൂപ കഴിഞ്ഞ മാസം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന വിജയോത്സവം പരിപാടിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ. ജനീഷ് KPCC അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് പല സംഘടനകളും, അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഇതുപോലെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ സംഭാവനകളെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ 100 വീടുകൾ പണി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ തറക്കല്ലിടൽ ഈ മാസം 26-ാം തീയതി നടക്കുകയാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസിനെയൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള CPM അവരെ സംബന്ധിച്ച് അവരുടെ തുക പിരിച്ച് സർക്കാരിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവര് പാർട്ടി എന്നുള്ള നിലയിൽ CPM അവിടെ വീടുകളൊന്നും തന്നെ പണിഞ്ഞു കൊടുക്കുന്നില്ല. സർക്കാർ സംവിധാനം നൽകുന്ന പണിയുന്ന വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. എന്തായാലും കോൺഗ്രസ് അവർ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോവുകയാണ്. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് KPCC അന്ന് പ്രഖ്യാപിച്ചത്. അതിന്റെ ആദ്യ 50 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഈ മാസം 26-ാം തീയതി നടക്കും. മാത്രവുമല്ല, അവിടെ ഈ പ്രളയത്തിൽ എല്ലാം തകർന്നു പോയ, ജീവനോപാധി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഏതാണ്ട് 40 കച്ചവടക്കാരുണ്ട്. അവർക്ക് സർക്കാർ ഇതുവരെയും ഒരു സഹായവും നൽകിയിട്ടില്ല. നിരവധി തവണ സർക്കാരിനോട് അവര് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചെങ്കിലും അവരെ തിരിഞ്ഞു നോക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അത്തരത്തിലുള്ള എല്ലാം നഷ്ടപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയ 40 കച്ചവടക്കാർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്ന ഒരു ചടങ്ങും അന്ന് നടക്കും. അത് വയനാടിന്റെ MP കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് നൽകുന്നത്. ആ തുക ഈ കച്ചവടക്കാരൊക്കെ തന്നെ, വ്യാപാരികൾ പ്രിയങ്ക ഗാന്ധിയെ കണ്ട ഈ തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മുൻകൈയെടുത്ത് അത്തരത്തിൽ 40 ആളുകൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകുന്നത്. അത്തരത്തിലുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നത്. കോൺഗ്രസ് ഈ വിൽക്കുന്ന 100 വീടുകൾ അത് ഈ പറയുന്നത് പോലെ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന പുനരധിവാസ പദ്ധതിയിൽ പെടാത്ത ആളുകൾക്കാണ് കോൺഗ്രസ് ഈ 100 വീടുകൾ നൽകുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ അവിടെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ വലിയ രീതിയിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് തുടക്കം മുതലുള്ള ഒരു വിമർശനമായിരുന്നു. അത്തരത്തിൽ സർക്കാർ അവഗണിച്ച എന്നാൽ അർഹരായിട്ടുള്ള 100 കുടുംബങ്ങൾക്കാണ് കോൺഗ്രസ് KPCCയുടെ നേതൃത്വത്തിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇത്തരത്തിൽ അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി സർക്കാർ സംവിധാനങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിശ്ചലമായി നിൽക്കുമ്പോഴാണ് മറുവശത്ത് പ്രതിപക്ഷമായിട്ടുള്ള UDF-ലെ കക്ഷികൾ അവർ തങ്ങളുടെ ഈ പുനരധിവാസ പദ്ധതികളുമായിട്ട് കൂടുതൽ ഊർജിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ മുസ്ലിം ലീഗ് അവിടെ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ അവർ തന്നെയാണ് പൂർണ്ണമായും വീടുകൾ കൈമാറുന്നത്. അക്കാര്യത്തിൽ ലീഗിനെ പ്രശംസിക്കാതെ നിർവാഹമില്ല.